വിദേശ രാജ്യങ്ങളിലിരുന്ന് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങളും മറ്റും നടത്തുന്ന സംഘടനകളാണ് ഖാലിസ്ഥാൻ സംഘടനകൾ. ഏറെയും അത്തരത്തിലുള്ള സംഘടനകളുടെ പ്രധാന താവളം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തന്നെയാണ്. കാനഡയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളാണ് അത്തരം സംഘടനകളെ ഒരു പ്രധാന താവളവും. കാനഡ പോലുള്ള രാജ്യങ്ങൾ അവിടുത്തെ ചില ഭരണാധികാരികൾ ഇവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കയിൽ ഖാലിസ്ഥാനികളായ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ ഭീകരരെ പൊക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന കൊടും ഭീകരൻ പവിത്താർ സിംഗ് ബറ്റാല അടക്കം, അദ്ദേഹം ഖപ്പർ ഖൽസ ഇന്റർനാഷണലിന്റെ തലവനാണ്. ഈ ഭീകരൻ അടക്കം 8 ഭീകരരെ അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBI അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് വരുന്നത്. ബറ്റാലയെ കൂടാതെ ദിൽപ്രീത് സിംഗ്, അമർഷിത് സിംഗ്, അമർപാൽ സിംഗ്, ഗുർതാജ് സിംഗ്, മൻപ്രീത് രഥാവ, സർബിത് സിംഗ് തുടങ്ങിയവരും പിടിയിലായവരും. ഇവരുടെ പക്കൽ നിന്നും ആയുധങ്ങളും പണവും പിടിച്ചെടുത്തതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. 2025 NIA സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന പേരാണ് പവിത്താർ സിംഗ് ബറ്റാല. ഈ പറയുന്ന 8 പേരുടെ പേരുകളും അതിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇന്ത്യ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യവുമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് അവിടുത്തെ ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചും റെയ്ഡുകളും മറ്റും ഉണ്ടായിരുന്നു. ഇത്തരം സംഘങ്ങൾ വളർന്നു വരുന്നത് അമേരിക്കയ്ക്കും ഒരു ഭീഷണിയാണ്. ഇവർ പലപ്പോഴും ഗുണ്ടാ സംഘങ്ങളായി പ്രവർത്തിക്കുകയും കൊട്ടേഷൻ സംഘങ്ങളായി പ്രവർത്തിക്കുകയും മറ്റും ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ ഇന്റലിജൻസ് നേരത്തെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഖാലിസ്ഥാനികളുടെ കഷ്ടകാലം കുറഞ്ഞപക്ഷം അമേരിക്കയിലെങ്കിലും തുടങ്ങിയെന്ന് കരുതാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.